പറ്റുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ. അതേപോലെ നമ്മളെ അണ്ടർബെല്ലിയുടെ അടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിലത്തെ ലൈറ്റും കാര്യങ്ങളും പിക്സൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെയാണ് ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മച്ചാമാരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടപോലെ ഇന്ത്യയിൽ തന്നെ ഫുള്ളി മോഡിഫൈ ചെയ്ത ജെൻ 390 ആണ്. അതേപോലെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി നമ്മളെ 18+ നിന്ന് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ റിവ്യൂലും കാര്യങ്ങളൊക്കെ ഓടിപ്പോയി കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കളയാം. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഗൈസ്, വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ പോലെ 18+ നിന്നും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോകാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഗൈസ്, ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മളെ സ്റ്റോക്ക് ഹെഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഗൈസ്, വണ്ടിയിൽ സ്റ്റോക്ക് കിറ്റിലാണ് ഗൈസ് ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ സിംഗാമും ഫുള്ളി കളർ ചേഞ്ച് ആണ്. അപ്പം വണ്ടി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റും കാര്യങ്ങൾ ചെയ്യുക വണ്ടി എങ്ങനെയാണെന്ന്. ജസ്റ്റ് അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഗൈസ് കാണുന്നത് തന്നെ നമ്മളെ സ്റ്റോക്ക് ഹെഡിൽ ടിന്നും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് കീ ഒന്ന് ഓൺ ചെയ്ത് തരാം. അപ്പോൾ ഈ കീ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ DLR വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിക്സലിൻ്റെ DLR വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ മാരകമാണ്. അതേപോലെ നൈറ്റും കാര്യങ്ങളൊക്കെ വണ്ടി നിൽക്കുമ്പോൾ ഒരു ബീസ്റ്റ് ലുക്കിലാണ് കേസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഇതൊക്കെ കസ്റ്റം മെയ്ഡാണ്. ഇത് 18+ തന്നെ ഫുള്ളി കസ്റ്റം മെയ്ഡ് ചെയ്തതാണ്. അതേപോലെ കേസ് ഇവിടെ കാർബൺ ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെയാണ് ലുക്ക്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ഐ കാച്ചീവ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് നൈറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ റൈഡ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇത് ഫുള്ളി ഒരു വെറൈറ്റി ടീമിലാണ് ഇറക്കിയിട്ടുള്ളത്. അതേപോലെ ഫ്രണ്ടിലത്തെ അലോയിലും കാര്യങ്ങളൊക്കെ കട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ മൾഗാർഡിലും കാര്യങ്ങളൊക്കെ മറ്റു ഫ്ലെക്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അലോയിലെ ഭാഗത്തോട്ട് വരുമ്പോൾ അതും ഗൈസ് വെറൈറ്റി കോൺസെപ്റ്റാണ്. ആരും ഇന്ന് വരെ കൊണ്ടുവരാത്ത ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം വണ്ടി നല്ലൊരു ലുക്കിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത് 18+ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ WP സസ്പെൻഷൻ്റെ ഒരു ലോഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വണ്ടിയുടെ ഒരു തീമിൽ ഇവിടെ ഒരു റെഡും അതേപോലെ ഒരു ഗ്രേ കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർബെല്ലിയാണ്. അണ്ടർബെല്ലി എന്ന് പറഞ്ഞാൽ ഫുൾ കസ്റ്റം മെയ്ഡാണ്. ഇവിടുത്തെ ബ്രോ തന്നെ ഫൈബർ പാർട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്തതാണ്. കാരണം ഇതേപോലത്തെ ഒരു അണ്ടർബെല്ലിയും കാര്യങ്ങളൊന്നും ആരും ഇന്നും വരെ കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു തീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ നമ്മളെ അണ്ടർബെല്ലിയുടെ അടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിലത്തെ ലൈറ്റും കാര്യങ്ങളും പിക്സൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടിയിൽ നമുക്ക് ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കാണിച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്ക് ആയാലും അണ്ടർബെല്ലി ആയാലും ഫ്രണ്ട് ആയാലും നല്ല ലുക്കിലുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലുക്ക്. ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ കാണുന്ന പോലെ അടിയിൽ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഫോണിൽ തന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതേപോലെ വണ്ടി ജസ്റ്റ് ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. ഫുള്ളി ഒരു എങ്ങനെ കളർ തീം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതേപോലെ ബാക്കിലോട്ട് പോകുമ്പോൾ ബാക്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റബിൾ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് ഗൈസ്. ഇതൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു തീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ജസ്റ്റ് കൺട്രോളും കൂടെ കാണിച്ചു തരാം. എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതേപോലെ അത്യാവശ്യം അടിയിലും കാര്യങ്ങളൊക്കെ അണ്ടർബെല്ലിയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ വിശേഷം. അണ്ടർബെല്ലിയുടെ കാര്യമുള്ള വിശേഷം ഇതൊക്കെയാണ് ഗൈസ്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും കാര്യങ്ങളും. അതേപോലെ RCBയുടെ ഫുൾ സിസ്റ്റം റാക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 17 mm ആണ്. അതേപോലെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇത് ഷോയ്ക്ക് കൊടുത്തിങ്ങനെ ഒരു ക്യാനും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഗൈസ് ഇവിടുത്തെ ബ്രാക്കിങ്ങിൻ്റെ വിശേഷവും കാര്യങ്ങളും. അതേപോലെ പെയിൻറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ തന്നെ പെയിൻറ്റിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അതേപോലെ ചേസും കാര്യങ്ങളും ഫുള്ളി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ. ഇത് ചേസാണ് ഗൈസ്. ചേസിൽ കൂടെ ഒരു സിൽവർ പെയിൻറ്റും അതേപോലെ ഇവിടുത്തെ ചേസിൽ റെഡ് പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ക്യാൻഡി റെഡ് ആണ്. അപ്പോൾ ഫുള്ളി ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പെയിൻറ്റിൻ്റെ വിശേഷം പറഞ്ഞുതരാം. ഇതിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഡുവൽ ടോണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ബ്ലാക്കും അതേപോലെ ഒരു ബ്ലൂവും ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഗൈസ് വണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു എറിച്ച് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് നിന്ന് കാണിച്ചു തരാം. വണ്ടി ഫുള്ളി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു അഡാറ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ വണ്ടിയിൽ PPF കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഫോർജ്ഡ് കാർബൺ ഡിപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സൈഡിലത്തെ റേഡിയേറ്ററിൻ്റെ ഇവിടെയും
അതേ സെയിം തീമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലോട്ട് ഭാഗത്ത് പറയുമ്പോൾ ബാക്കിലത്തെ ചേസ് ഫുള്ളി സിൽവർ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതിലും നമ്മൾ മെറ്റൽ ഫ്ലാക്സിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപോലെ ഫ്രണ്ടിൽ കണ്ടുപോലെ സെയിം പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ പ്രീമിയം പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബാക്കിലത്തെ ടൈലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഹങ്കറും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി നല്ലൊരു ബീസ്റ്റ് ലുക്കിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേസ് ഇവിടുത്തെ സൈഡിലത്തെ ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ചേസിൻ്റെ പറയുമ്പോൾ ചേസ് ഫുള്ളി ഈ വണ്ടി ഫുള്ള് റീസെറ്റ് ചെയ്താണ് കേസ് ഇങ്ങനത്തെ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നിന്ന് തൊട്ട് ഫുള്ളി അങ്ങ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മാരകമാക്കി വെച്ചിട്ടുണ്ട്. സൈഡ് ഒക്കെ ഒരു സിൽവർ തീമിലും അതേപോലെ ഫ്രണ്ട് ഒരു റെഡ് തീമിലുമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബാക്ക് ചേസും ഫ്രണ്ട് ചേസും ഫുള്ള് മെറ്റൽ ഫ്ലാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടി കാര്യങ്ങളൊക്കെ ഇത് തിളങ്ങുന്നുണ്ട്. അതേപോലെ ബാക്കിലത്തെ ടയറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോഡ് 5 കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മിഷലിൻ്റെ തന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ടയറും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ പ്രോ ഡിസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് കേസ് ബാക്കിൽ നോക്കുമ്പോൾ വണ്ടി നല്ല രീതിയിൽ എറിച്ച് നിൽക്കുന്നത്. അതേപോലെ ഫ്രണ്ടിലോട്ട് ടയറും കാര്യങ്ങളും റിമൂവ് ചെയ്ത് റോഡ് 6 കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതാണ് കേസ് ഇതിൻ്റെ ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു അപ്സീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ ബാഗ് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുത്തെ ഇത് കാര്യങ്ങളൊക്കെ തട്ടിയെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അതാണ് കേസ് വണ്ടി നല്ല റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്യായ ലുക്കാണ് കേസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വണ്ടിയുടെ വിശേഷം. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് തെലങ്കാനയിലുള്ള ഒരു ഓണറിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബ്രോ ഇവിടെ തന്നെ 18+ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നതാണ്. അതേപോലെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള മോഡിഫൈഡും അതേപോലെ അത്യാവശ്യം നല്ല എമൗണ്ട് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബ്രോ ഇവിടെ കൊണ്ടുവന്നിട്ട് ബ്രോക്ക് നല്ല രീതിയിൽ മോഡിഫൈഡും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇനി ആരും ഇതേപോലത്തെ ഒരു മോഡിഫൈഡും കാര്യങ്ങളൊന്നും കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞാണ് ഇങ്ങനത്തെ ഒരു തീമും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. അപ്പോൾ ഫുള്ളി ഇവിടുത്തെ 18+ കോൺസെപ്റ്റിലാണ് ഇങ്ങനത്തെ ഒരു മോഡിഫൈഡും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഗൈസ് മീറ്റർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നമ്മളെ ജെൻ 390 പറഞ്ഞ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഗൈസ് ഇവിടെ മെറ്റൽ ഫ്ലാക്സിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പുറത്ത് ആ സൈഡിലുള്ള സെയിം തീമാണ് ഇപ്പുറത്തെ സൈഡിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഗൈസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ. നിങ്ങൾക്ക് എല്ലാ വിശ്വസവും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ തെലങ്കാനയിലുള്ളതാണ്. അപ്പോൾ തെലങ്കാനയിൽ നിന്നാണ് ഗൈസ് ഇവിടെ കൊണ്ടുവന്നത്. അതേപോലെ 18+ തന്നെ അവർക്ക് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 2 മാസം മുമ്പ് ഇവിടെ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ ഫ്രീ ആയപ്പം കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഗൈസ് ഇങ്ങനെ ഒരു രീതിയിൽ മോഡിഫൈഡും കാര്യങ്ങളൊക്കെ എടുത്ത്. അതേപോലെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ മോഡിഫൈ എടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസമാണ്. 10 ദിവസത്തിന് അതാണ് ഗൈസ് ഇതേപോലത്തെ ഒരു മോഡിഫൈഡും കാര്യങ്ങളൊക്കെ 18+ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 18+ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇൻസ്റ്റാ പേജും അതേപോലെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരമായിട്ടുള്ള വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് പറഞ്ഞവരിക്കും ബൈ ഗൈസ്.